ഒരേയൊരു മോളായിരുന്നു സാറേ. ഉത്സവപ്പറമ്പിൽ കച്ചവടം നടത്തി സ്വരുക്കൂട്ടിയ പണം തികയാതെ വന്നപ്പോൾ ആകെയുണ്ടായിരുന്ന 5 സെന്റും കൊച്ചു വീടും വിറ്റാണ് കെട്ടിച്ചത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എത്തിച്ചു കൊടുത്ത്. എന്നിട്ടും അവൻ കൊന്നുകളഞ്ഞല്ലോ. ചൊവ്വാഴ്ച മകൾ അവസാനമായി അയച്ച മെസ്സേജ് കാണാൻ അരമണിക്കൂർ വൈകിപ്പോയത് ഓർക്കുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഒരേയൊരു മോളാണ്. അവൾക്കു വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് തന്നെ. ഇങ്ങോട്ട് പോരാമായിരുന്നു അവൾക്ക്. വാട്സാപ്പ് സന്ദേശം കണ്ട് ഭർത്തൃ വീട്ടിൽ ഓടിയെത്തിയപ്പോഴേക്കും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആരുടെയോ കയ്യിൽ ഒന്നും അറിയാതെ ഉറങ്ങുന്ന കൊച്ചുമോനെയും വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിയപ്പോൾ മകൾ പോയെന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. അവളുടെ മുഖമൊന്ന് കാണാൻ പോലുമുള്ള മനോധൈര്യം എനിക്കുണ്ടായില്ല. കരച്ചിലമർത്തി ആ പിതാവ് പറഞ്ഞു. 10 മാസം പ്രായമായ കൊച്ചുമകനെ മാറോട് ചേർത്ത് പിടിച്ച് മരവിച്ചിരിപ്പാണ് മാതാവ്. ഉത്സവപ്പറമ്പിൽ മധുര പലഹാരങ്ങൾ വിറ്റ് സ്വരുക്കൂട്ടിയ പണം പോരാതെ വന്നപ്പോൾ ആകെയുണ്ടായിരുന്ന 5 സെന്റും കൊച്ചു വീടും വിറ്റാണ് മകളെ വിവാഹം ചെയ്തയച്ചത്. വിവാഹ പിറ്റേന്ന് ഭർത്തൃമാതാവ് വാങ്ങി സൂക്ഷിച്ച സ്വർണം പിന്നെ വീട്ടുകാർ കണ്ടിട്ടില്ല. വിവാഹത്തിന് മുമ്പ് പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്നു ഫസീല. എന്നാൽ പിന്നീട് ഭർത്താവ് ജോലിക്ക് പോകാൻ അനുവദിച്ചില്ല. ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ വരാൻ പോലും പറ്റിയിരുന്നില്ല. മകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതെന്ന് കരുതി ഒരു ചാക്കാരി, 20 കിലോ പഞ്ചസാര എന്നിങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ 3 മാസം കൂടുമ്പോൾ പിതാവ് മകളുടെ വീട്ടിലെത്തിച്ചിരുന്നു. സഹോദരൻ്റെ വീട്ടിലായിരുന്നു അവർ. കഴിഞ്ഞ മാസം തറവാട്ടിലേക്ക് മടങ്ങി. അന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറും ഇലക്ട്രോണിക് സാധനങ്ങളും അടക്കം വാങ്ങി നൽകി. ഞാൻ പണക്കാരനായതുകൊണ്ടല്ല, ലക്ഷങ്ങൾ കടമുണ്ട്. വാടക വീട്ടിലാണ് താമസം. എന്നാലും മോളുടെ കണ്ണു നിറയരുത് എന്നായിരുന്നു ആഗ്രഹം. വാക്കുകൾ മുഴുമിപ്പിക്കാനാകാതെ ആ പിതാവ് വിങ്ങിപ്പൊട്ടി. ഭർത്തൃ വീട്ടിൽ മരണപ്പെടുന്ന പെൺമക്കളുടെ ഗതികേടിന് എന്നാണ് അവസാനം?